ഈ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കുന്നത്. എസ്പിനോജ് ഒരു ലീക്ക് കേസ്, അതായത് നേവി ലീക്ക് കേസ്. എന്താണ് നേവി ലീക്ക് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്നും ഗുരുതരമായ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേവൽ ഷിപ്പുകളുടെ ഐഡൻറ്റിറ്റി കോഡ് ലീക്ക് ചെയ്തിട്ടുണ്ട്. അത് എത്ര രൂപയ്ക്കാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വെറും 10,000 രൂപയ്ക്ക്. പലതവണയായിട്ട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കേസുകൾക്കുമാണ് ഈ 10,000 രൂപ വാങ്ങിച്ചതായിട്ട് ഇതിനകത്ത് പറയപ്പെടുന്നത്. അതായത് 10,000 രൂപയ്ക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ യൂണിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്പണി എടുത്തിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി. പക്ഷേ ഇവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഇവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഇതേപോലെ ഇവ മാത്രമാണോ ഉള്ളത്, ഇല്ലെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്ന് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണോ? ഒറ്റയാൾ തീവ്രവാദമാണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്ന് നടത്തുന്ന തീവ്രവാദമാണോ? ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ബാധിക്കുന്ന വിഷയമാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ എയർക്രാഫ്റ്റ് കാരിയർ ഫ്ലീറ്റ് വരെ നിർമ്മിച്ച യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 പേരെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കർണാടക പോലീസ് ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ 4th സസ്പെക്ട് ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ 4ാമത്തെ സസ്പെക്റ്റിനെ പിടികൂടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അക്യൂസ്ഡ് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ നേവൽ വെസലിന്റെ ഐഡന്റിഫിക്കേഷൻ കോഡ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്. അതും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും. ക്രോസ് ബോർഡർ ലിങ്ക് വിത്ത് ദ ഫോറിൻ നേഷൻ. സസ്പെക്ട് ഇതിനു മുമ്പ് ബംഗ്ലാദേശി ആവാം എന്നുള്ള നിലയിലേക്കാണ് അനുമാനങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം രാജ്യത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു 1.5 മാസം കൊണ്ട് ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാരെ, തികച്ചും ബംഗ്ലാദേശികളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ ഏതാണ്ട് 120-120ഓളം ബംഗ്ലാദേശികളെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനം ഈ കർണാടകയിൽ ഉടുപ്പിയിലുള്ള ആ സസ്പെക്റ്റിനെയും അറസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ലീഡ് എത്തുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭീകരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഒറ്റുകാരൻ, അവനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഉടുപ്പി പോലീസ് കർണാടകയിൽ അറസ്റ്റ് ചെയ്തത് 21 വയസ്സുകാരനായിട്ടുള്ള അലീഫ് ഇസ്ലാം എന്നാണ് അവൻ്റെ പേര്. ഇവൻ കേരളത്തിനുള്ളിലായിരുന്നു താമസം. ഈ സ്പൈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2025-ലാണ്. അത് മുതലാണ് അന്വേഷണം തുടങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ 3 പേരെ അറസ്റ്റ് ചെയ്ത് 4ാമത്തെ ആളിനെയാണ് ഇപ്പോൾ കർണാടക സ്വദേശിയായിട്ടുള്ള കേരളത്തിൽ താമസിക്കുന്ന അലീഫ് ഇസ്ലാമിനെ പിടികൂടിയിരിക്കുന്നത്. ആദ്യം ഇവൻ ബംഗ്ലാദേശിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനെ ചാക്കിട്ട് പിടിച്ചിട്ടാണ് ഇവൻ നേവി ഷിപ്പുകളുടെ ഐഡന്റിറ്റി കോഡ് വാങ്ങിയിരിക്കുന്നത്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പണിയെടുക്കുന്നവൻ നേരിട്ട് പാകിസ്ഥാന് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ അലീഫ് ഇസ്ലാമിന് അവൻ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നേവൽ ഷിപ്പുകളുടെ ഐഡന്റിറ്റി കോഡ്. ഈ അലീഫ് ഇസ്ലാമിനാണ് പാകിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളത്. ഇവന്മാരെല്ലാം തന്നെ കേരളത്തിൽ കിടന്നാണ് കളിക്കുന്നത്. അവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഇവൻ ഇന്ത്യക്കാരനാണ് എന്നുള്ള നിലയിലുള്ള അന്വേഷണമാണ് പിന്നീട് പുരോഗമിച്ചത്. പക്ഷേ എൻഡിലാണ് ട്വിസ്റ്റ്. എൻഡിൽ നോക്കുമ്പോഴത്തേക്കും ഇവനൊക്കെ ഫേക്ക് ID, ഫേക്ക് ആധാർ കാർഡ്, ഫേക്ക് പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് താമസിക്കുന്ന ബംഗ്ലാദേശിയാണ് ഇവൻ. അപ്പോൾ ഇവിടെയും ബംഗ്ലാദേശിയുടെ റോളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ബംഗ്ലാദേശികൾ എത്രമാത്രം ഡേഞ്ചറാണ് ഇന്ത്യക്കുള്ളിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, ഇതേപോലത്തെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഉള്ളിൽ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കണ്ട ബംഗാളിക്കൊക്കെ നേവി വെസൽസിൻ്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ നമ്മൾ എന്താണ് പറയുക? ഇപ്പോൾ പോലീസ് ഇവനെ പിടികൂടിയിട്ട് ഇവന് നല്ല രീതിയിൽ വെച്ച് ചാമ്പുകയാണ്. എന്താണ്, ഏതാണ്, എത്ര പേരുണ്ട്, ഇവന്മാർ വലിയ സംഘമാണോ, ഇല്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്കാണോ? ഈ ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇവൻ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവൻ ISIയുമായിട്ട് 100% ബന്ധമുണ്ട്. കാരണം 3 ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ തിരുപ്പൂരിൽ 8 പേരെ പൊക്കിയിട്ടുണ്ട്. ഈ 8 പേരും ISI, പല മാധ്യമങ്ങളും IS എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IS അല്ല, ISI, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ISIയുമായിട്ടാണ് ഇവർക്ക് ബന്ധം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ഈ ഇൻഫർമേഷൻ ചോർത്തി നൽകിയ ആ വ്യക്തിയുടെ പേര് ശാന്ത്രി എന്നാണ്. ഈ സാന്ദ്രിയെ കുറിച്ച് ഏത് നാട്ടുകാരനാണ്, എവിടത്തുകാരനാണെന്നൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നിലവിൽ ഇവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, ഈ സാന്ദ്രിയെ.
18 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 18 മാസങ്ങളായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും നമ്മളുടെ പലതരത്തിലുള്ള നേവി വെസലുകളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ചോർത്തി പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ചില്ലറ കാര്യമല്ല. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്ലോബൽ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു നേവി ഇന്ത്യൻ നേവിയാണ്. ആ ഇന്ത്യൻ നേവിയുടെ ഇതേപോലത്തെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഇവനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ തൂക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇറാൻ്റെ അതേ മാർഗമാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവന്മാരുടെ മൊബൈലും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഏത് രഹസ്യ ആപ്പിലൂടെയാണ് ഈ കോൺവെർസേഷൻസ് ഒക്കെ നടത്തിയിരിക്കുന്നത്, എന്ത് തരത്തിലുള്ള എൻക്രിപ്ഷനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതെല്ലാം കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പോലീസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം കുറച്ചുകൂടെ സയന്റിഫിക് മെത്തേഡിൽ നടത്തിയാൽ മാത്രമേ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയുള്ളൂ. അല്ല സാധാരണ കേസുകൾ ഡീൽ ചെയ്യുന്ന പോലെ ഡീൽ ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ NIA ഇടപെടും. NIA ഇടപെട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കും. അല്ലാതെ ഇവനെ ഒന്നും ഇവിടെ കേരളത്തിൽ വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. ഇതുവരെ അക്യൂസ്ഡ് പറഞ്ഞിരിക്കുന്നത് 10,000 രൂപയാണ് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നേവൽ വെസലിൻ്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ കൈക്കൂലി കൊടുത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അലീഫ് ഇസ്ലാമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ശാന്തി എന്ന് പറഞ്ഞവൻ അവൻ്റെ അടുത്ത് ചോദിക്കേണ്ടതുണ്ട്. അവനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസും ഇൻട്രാക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ പറയണം എത്രയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ. ഇനി 10,000 റുപ്പിയാണോ അല്ലെങ്കിൽ 10,000 ഡോളറാണോ ഇതൊന്നും നമുക്കറിയില്ല. ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ക്രോസ് ബോർഡർ ഇൻഡിവിജ്വൽസ് അതാണ് നടത്തിയിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് നെറ്റ്വർക്കിൻ്റെ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് നേവൽ വെസൽസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഷിപ്പ്യാർഡാണ്. അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കേസിനെ നമ്മൾ നോക്കിക്കാണാൻ. നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും കോൺഫിഡൻഷ്യൽ ചർച്ചകളും ഇതെല്ലാം നടത്തി നമ്മൾ പലതരത്തിൽ ഇവിടെ ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പല രാജ്യങ്ങൾക്കും ഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് പലതും കോൺഫിഡൻഷ്യലായിട്ട് നടത്തുന്ന ഒരു വർക്കാണ്, ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ അത് വളരെ അനായാസം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇപ്പം ഈ ഇടപ്പെട്ട കാലത്താണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് നടത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ ഷിപ്പ് ബിൽഡ് ചെയ്യാനും ഇന്ത്യക്ക് വേണ്ടിയുള്ള ഷിപ്പുകൾ ഇന്ത്യയിൽ തന്നെ പണിയാനും അതേപോലെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷിപ്പുകൾ സബ്മറൈൻസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ പണിയാനും താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ പുഴുക്കുത്തുകൾ ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ വീണ്ടും വീണ്ടും പിന്നോട്ട് ചലിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഉള്ള പ്രവർത്തികളിലേക്ക് ഇറങ്ങാണ്. തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒറ്റിക്കൊടുക്കൽ പ്രവണത അതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കേസ് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്. साथियों, कोची शिपयार्ड आज आधुनिक और ग्रीन टेक्नोलॉजी से लेस मेड इन इंडिया वेसल्स बनाने में भी अग्रणी है. कोची वाटर मेट्रो के लिए जो इलेक्ट्रिक वेसल्स बनाए गए हैं वो प्रशंसनीय है. अयोध्या, वाराणसी, मथुरा और गुवाहाटी के लिए भी इलेक्ट्रिक हाइब्रिड पैसेंजर फेरीज का निर्माण यहीं हो रहा है. यानी देश के शहरों में आधुनिक और ग्रीन वाटर कनेक्टिविटी में कोची शिपयार्ड की भूमिका अहम है.